ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇനി തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയും ക്യാബിനറ്റും ഇല്ല. മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ കരാറിൽ സർക്കാരിന്റെ ഭിന്നത പുറത്തായി. കാർബോ കണ്ടത്തിന് കരാർ നീട്ടി നൽകരുതെന്നാണ് വൈദ്യുതി വകുപ്പിന്റെ നിലപാടെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കരാർ നീട്ടണമെന്ന വ്യവസായ വകുപ്പിന്റെ തീരുമാനത്തിന് അംഗീകാരമായിട്ടില്ലെന്നും മന്ത്രി. മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും ചേർന്നുള്ള ഇടപാടെന്ന് ചെന്നിത്തല. വയനാട് മാനന്തവാടിയിൽ ആദിവാസി യുവാവിനോട് കൊടും ക്രൂരത. കാറിന്റെ വാതിലിൽ കൈകുടുക്കി റോഡിലൂടെ വലിച്ചിഴച്ചു. വധശ്രമത്തിന് കേസ്. വിനോദസഞ്ചാരികൾ തമ്മിലുള്ള തർക്കം തീർക്കാൻ ഇടപെട്ട യുവാവിനോട് ക്രൂരത കാട്ടിയവരെ കണ്ടെത്താനായില്ല. സ്വിഗ്ഗി ഭക്ഷണ വിതരണ തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്കിൽ. തൊഴിൽ നിയമങ്ങളും മനുഷ്യാവകാശങ്ങളും ലംഘിക്കുന്നെന്ന് പരാതി. തിരുവനന്തപുരത്ത് സമരക്കാരും സമരത്തെ എതിർക്കുന്ന ജീവനക്കാരുമായി തർക്കം. മലപ്പുറത്ത് കമാൻഡോ ആത്മഹത്യ ചെയ്തത് അവധി കിട്ടാത്തതിനാലെന്ന് സൂചന. ജോലിഭാരം താങ്ങാനാവാതെ വെടിയുതിർത്ത് മരിച്ചത് അരീക്കോട് പോലീസ് ക്യാമ്പിലെ വിനീത്. ക്യാമ്പിലെ ക്രൂരതയെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ടി സിദ്ദിഖ് MLA. ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കേണ്ടെന്ന് ഹൈക്കോടതി. മതത്തിന്റെ പേരിലുള്ള പ്രവൃത്തികൾക്ക് മതം നിരോധിക്കാറില്ലെന്ന് കോടതി. ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ പ്രിൻസിപ്പലിന്റെ സമ്മതമില്ലാതെ പോലീസിന് ഇടപെടാമെന്ന് കോടതി. തബലയുടെ ഉസ്താദ് ഇനി ഓർമ്മ. സക്കീർ ഹുസൈനെ അനുസ്മരിച്ച് രാജ്യം. മരണവിവരം കുടുംബം സ്ഥിരീകരിച്ചത് ഇന്ന് പുലർച്ചെ. ഇന്ത്യൻ ശാസ്ത്രീയ സംഗീത ലോകത്ത് വിപ്ലവമുണ്ടാക്കിയ യഥാർത്ഥ പ്രതിഭയെന്ന് പ്രധാനമന്ത്രി. പത്തനംതിട്ട റാന്നിയിൽ കാറിടിച്ചുള്ള യുവാവിന്റെ മരണം കൊലപാതകം. ബിവറേജസ് ഔട്ട്ലെറ്റിലെ തർക്കത്തെ തുടർന്ന് കൊല്ലപ്പെട്ടത് ചെന്തോക്കര സ്വദേശി അമ്പാടി. പ്രതികൾ അമ്പാടിയുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കിയതാണെന്ന് പോലീസിന് രഹസ്യവിവരം. ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് ഞങ്ങൾ നിർബന്ധിതരാവുകയാണ്. ഇതിലെ നിയമങ്ങൾ എന്ന് പറയുന്നത് ഒരു ഉത്തര കൊറിയ പോലെയുള്ള രാജ്യത്ത് നടപ്പിലാക്കേണ്ട നിയമങ്ങളാണ്. വനനിയമ ഭേദഗതി പിൻവലിച്ചില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രക്ഷോഭമെന്ന് കത്തോലിക്ക സഭ. ഉത്തര കൊറിയൻ മോഡലിലുള്ള കിരാത നിയമമെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. വനം മന്ത്രി ഭേദഗതി വായിച്ചിട്ട് പോലും ഉണ്ടാവില്ലെന്ന് പരിഹാസം. മൂന്നാം ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യക്ക് ബാറ്റിംഗ് തകർച്ച. 48 റൺസിന് 4 വിക്കറ്റ് നഷ്ടം. ഓസ്ട്രേലിയ 397 റൺസിന് മുന്നിൽ. മഴ കാരണം കളി തടസ്സപ്പെട്ടു. ശമ്പളം വൻതോതിൽ വെട്ടിക്കുറച്ചതിനെതിരെ സ്വിഗ്ഗി തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങി. തൊഴിൽ നിയമങ്ങളും മനുഷ്യാവകാശങ്ങളും ലംഘിക്കുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. തിരുവനന്തപുരത്തും കോഴിക്കോടുമാണ് സമരം നടക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് ജീവനക്കാരാണ് സമരത്തിൽ. തിരുവനന്തപുരത്തും കോഴിക്കോടും ആരംഭിച്ച സമരം മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ടിപ്പല്ല കിലോമീറ്റർ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഉടായ്പാണ് സ്വിഗ്ഗി കാണിക്കുന്നത്. എന്തായാലും റെഡ് കാർഡ് മാറാതെ ഈ സമരം പിൻവലിക്കുകയല്ല. അനിശ്ചിതകാല സമരം. വേതന വർധനവ് സ്വിഗ്ഗി മാനേജ്മെന്റ് തൊഴിലാളികളുമായിട്ട് ചർച്ചയ്ക്ക് വരുന്നത് വരെ സമരം തുടരും. രാവിലെ പാളയത്തെ ഇൻസ്റ്റാമാർട്ടിൽ ജോലിക്കെത്തിയവരും സമരക്കാരുമായുള്ള തർക്കം നേരിയ സംഘർഷത്തിനിടയാക്കി. ഈ പുള്ളി പൈസ മേടിച്ചുകൊണ്ട് എന്റെ ID ബ്ലോക്ക് ചെയ്ത വ്യക്തിയാണ് ഈ പുള്ളി. മനസ്സിലായില്ലേ? പൈസ ഇന്നോണാണല്ലോ എത്ര മണിക്കൂർ വർക്ക് എത്ര മണിക്കൂർ ഞാൻ വർക്ക് 15-16 മണിക്കൂർ സ്വിഗ്ഗിയിലൂടെ ഓൺലൈനായി ഭക്ഷണ വിതരണം ചെയ്യുന്നവരും സമരത്തിലാണ്. ഐക്യദാർഢ്യവുമായി സൊമാറ്റോ ജീവനക്കാരും പണിമുടക്കുന്നുണ്ടെന്ന് സമരക്കാർ അവകാശപ്പെട്ടു. CITUവിന്റെയും INTUCയുടെയും പിന്തുണയോടെയാണ് സമരം. വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം.
മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ കരാർ സ്വകാര്യ കമ്പനിക്ക് നീട്ടി നൽകുന്നതിനെക്കുറിച്ച് മന്ത്രിസഭയിലുണ്ടായ ഭിന്നത പുറത്തുവന്നു. കരാർ നീട്ടരുതെന്നാണ് വൈദ്യുതി വകുപ്പിന്റെ നിലപാടെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. കരാർ നീട്ടണമെന്നത് വ്യവസായ വകുപ്പിന്റെ തീരുമാനമാണ്. എന്നാൽ ഈ തീരുമാനത്തിൽ അന്തിമ തീരുമാനം സർക്കാർ എടുത്തിട്ടില്ല എന്നും കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയായിരിക്കും തീരുമാനമെടുക്കുകയെന്നാണ് വൈദ്യുതി മന്ത്രി പറഞ്ഞത്. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇനി തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയും ക്യാബിനറ്റും അല്ലേ. ഒരു വ്യവസായിക്ക് പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ വ്യവസായം വരുന്നതിന് ഒരു ദോഷം വരുമോ എന്നുള്ളതാണ് ഇൻഡസ്ട്രീസിന്റെ അഭിപ്രായം. ഇത് രണ്ടും കൂടി ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനം ഉണ്ടാവും. അന്നൊരു യോഗം കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. രണ്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മിനിറ്റ്സ് ഒക്കെ വരുന്നേ ഉള്ളൂ. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൂടി CMന്റെ അടുത്ത് എത്തിയിട്ടില്ല. മണിയാർ കരാറിനെ കുറിച്ച് വൈദ്യുതി വകുപ്പും വ്യവസായ വകുപ്പും തമ്മിലുള്ള ഭിന്നത പുറത്തു വന്നതോടെ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുകയാണ്. മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ കരാർ കാർബോറണ്ടം കമ്പനിക്ക് നീട്ടി നൽകുന്നത് കൊള്ളയാണെന്ന് കെ മുരളീധരൻ വിമർശിച്ചു. മന്ത്രിസഭയിൽ പോലും ആലോചിക്കാതെ ഏകപക്ഷീയമായി മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും ചേർന്നെടുത്ത തീരുമാനമാണിത്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി രാജിവെക്കുന്നതാണ് നല്ലതെന്നും കെ മുരളീധരൻ പറഞ്ഞു. എഗ്രിമെന്റിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, പൂർണ്ണ ഉൽപാദനം തുടങ്ങിക്കഴിഞ്ഞാൽ 30 വർഷത്തിനുള്ളിൽ KSEBക്ക് കൈമാറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കൈമാറേണ്ട സമയത്ത് ക്യാബിനറ്റ് നിയോഗിച്ച സബ് കമ്മിറ്റിയായിട്ട് പോയിട്ട് ആലോചിക്കാതെ ഏകപക്ഷീയമായി മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും ചേർന്നിട്ടാണ് 25 വർഷം കൂടെ നിലവിലുള്ള കമ്പനിക്ക് എക്സ്റ്റൻഷൻ കൊടുക്കുന്നത്. വൈദ്യുതി ബോർഡിലെ ഒരു കരാർ പുതുക്കുന്നത് മന്ത്രിയോട് ചോദിക്കാതെ മുഖ്യമന്ത്രി ഏകപക്ഷീയമായി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ മന്ത്രി ആ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ല. അദ്ദേഹം രാജിവെക്കേണ്ടതാണ്. വയനാട് മാനന്തവാടിയിൽ ആദിവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചിഴച്ച് കൊടും ക്രൂരത. പയ്യമ്പള്ളിയിലെ മാതനെയാണ് കാറിന്റെ ഡോറിൽ കൈ ചേർത്ത് പിടിച്ച് 1/2 കിലോമീറ്ററിലധികം ദൂരം വലിച്ചിഴച്ചത്. 2 സംഘങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ ഇടപെട്ടപ്പോഴായിരുന്നു ഈ ക്രൂരമർദ്ദനവും ഈ ക്രൂരതയും. കാറിനായുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാൻ മന്ത്രി OR കേളു വയനാട് ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. KL 52 H87 33 നമ്പറിലുള്ള ചുവപ്പ് മാരുതി സെലേറിയോ കാറിലെത്തിയ 4-അംഗ സംഘമാണ് ആദിവാസി യുവാവിനോട് ക്രൂരത കാട്ടിയത്. കുറ്റിപ്പുറം സ്വദേശി മുഹമ്മദ് റിയാസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കാർ. ഇന്നലെ ഉച്ചയോടെ കൂടൽക്കടവ് ചെക്ക് ഡാം കാണാൻ എത്തിയതായിരുന്നു സംഘം. ഇതിനിടെ മറ്റൊരു സംഘവുമായി ഇവർ വാക്കുതർക്കത്തിലായി. അസഭ്യം പറഞ്ഞ് തർക്കം മൂത്തതോടെ ഇവരെ പിന്തിരിപ്പിക്കാൻ നാട്ടുകാർ ശ്രമിച്ചു. ഇതോടെ സംഘം നാട്ടുകാർക്ക് നേരെ തിരിഞ്ഞു. സംഘത്തിലെ ഒരാൾ കല്ലെടുത്ത് നാട്ടുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചതിനെ ചോദ്യം ചെയ്തപ്പോഴായിരുന്നു മാതന് നേരെയുള്ള ആക്രമണം. മാതനെ മർദ്ദിച്ച സംഘം കാറിന്റെ ഡോറിൽ കൈ ചേർത്ത് പിടിച്ച് 1/2 കിലോമീറ്ററിലധികം വലിച്ചിഴച്ചു. അരയ്ക്കും കൈകാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റ മാതൻ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. ന്യൂസ് 18 വയനാട്. പത്തനംതിട്ട റാന്നിയിൽ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തി. റാന്നി സ്വദേശി അമ്പാടിയാണ് കൊല്ലപ്പെട്ടത്. ആദ്യം സാധാരണ റോഡ് അപകടം എന്ന് കരുതിയെങ്കിലും വിശദമായ അന്വേഷണത്തിലാണ് പോലീസിന് ഇത് കൊലപാതകമാണെന്ന് ബോധ്യപ്പെട്ടത്. റാന്നി ബിവറേജിന് സമീപം പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കമാണ് യുവാവിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. കൊല്ലപ്പെട്ട അമ്പാടിയും പ്രതികളായ അരവിന്ദ്, അജോയ്, ശ്രീകുട്ടൻ എന്നിവരുമായാണ് തർക്കമുണ്ടായത്. തർക്കത്തിന് പിന്നാലെ വഴിയരികിൽ നിൽക്കുകയായിരുന്ന അമ്പാടിയെ മൂവർ സംഘം കാറിടിച്ച് കൊലപ്പെടുത്തി. ഇടിച്ച ശേഷം വാഹനം നിർത്താതെ പോയി. സംഭവത്തിന് ശേഷം പ്രതികളെല്ലാം ഒളിവിലാണ്. കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആദ്യം അപകടമരണം എന്നാണ് ബന്ധുക്കളും നാട്ടുകാരും കരുതിയിരുന്നത്. തുടർന്നുള്ള പോലീസിന്റെ വിശദമായ പരിശോധനയിലാണ് മുൻകൂട്ടിയുള്ള കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. അമ്പാടിയും പ്രതികളും തമ്മിൽ മുൻവൈരാഗ്യമുണ്ടായിരുന്നോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. ന്യൂസ് 18 പത്തനംതിട്ട. മലപ്പുറം അരീക്കോട് SOG ക്യാമ്പിലെ കമാൻഡർ വിനീത് ജീവനൊടുക്കിയത് കടുത്ത മാനസിക സമ്മർദ്ദം കാരണമാണെന്ന് ആരോപണമുയരുന്നു. ഗർഭിണിയായ ഭാര്യയെ കാണാൻ പോലും അവധി നൽകിയില്ലെന്ന ആരോപണവുമായി കൽപ്പറ്റ MLA T സിദ്ദിഖ് രംഗത്ത് വന്നിട്ടുണ്ട്. മരിക്കുന്നതിന് മുൻപ് വിനീത് സുഹൃത്തിനയച്ച സന്ദേശവും ക്യാമ്പിൽ എഴുതി നൽകിയ വിശദീകരണക്കുറിപ്പും പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിക്കാണ് കമാൻഡർ വിനീത് അരീക്കോട് SOG ക്യാമ്പിൽ വെച്ച് വെടിയുതിർത്ത് ജീവനൊടുക്കിയത്. 14 വർഷമായി ഇന്ത്യൻ റിസർവ് ബറ്റാലിയന്റെ ഭാഗമായിരുന്ന വിനീത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു. കഴിഞ്ഞ മാസമാണ് പരിശീലനത്തിന്റെ ഭാഗമായി വിനീത് അരീക്കോട് ക്യാമ്പിലെത്തിയത്.
ക്യാമ്പിൽ വെച്ച് പരിശീലനത്തിനിടെ ട്രാക്ക് മാറി ഓടിയതിൽ വിനീതിനോട് വിശദീകരണം തേടിയിരുന്നു. ഗർഭിണിയായ ഭാര്യയെ കാണാൻ കഴിയാത്തതിലുള്ള സമ്മർദ്ദവും ശസ്ത്രക്രിയയെ തുടർന്നുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും പരിശീലനത്തിൽ പരാജയപ്പെട്ടാൽ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങളും വിനീതിൻ്റെ സമ്മർദ്ദം കൂട്ടി. ഇക്കാര്യങ്ങളെല്ലാം വിശദീകരണക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടു മുൻപ് രാത്രി 8:59 വിനീത് സുഹൃത്തിന് വാട്സാപ്പിൽ സന്ദേശം അയച്ചത്. ഓട്ടത്തിൻ്റെ സമയം കൂട്ടണമെന്നും തൻ്റെ ജീവൻ അതിനായി സമർപ്പിക്കുന്നു എന്നുമാണ് സന്ദേശം. കൂടെ പണിയെടുക്കുന്നവർക്ക് പണി കൊടുക്കുന്നവരെ മാറ്റാൻ പറയണമെന്നും സന്ദേശത്തിലുണ്ട്. ആഭ്യന്തര വകുപ്പാണ് വിനീതിൻ്റെ മരണത്തിന് കാരണമെന്നും അസിസ്റ്റന്റ് കമാൻഡന്റ് അജിത്തിന് ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാനാകില്ലെന്നും MLA ടി സിദ്ദിഖ് ആരോപിച്ചു. അയച്ചിരിക്കുന്ന മെസ്സേജിൽ അവൻ പറഞ്ഞിട്ടുള്ളത് ഈ ഓട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ബറ്റാലിയനിലെ ക്രൂരമായിട്ടുള്ള ചില സമീപനത്തെക്കുറിച്ചും അത് ഇന്ന ശ്രീ അജിത്ത് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകളോട് ഈ വിവരം പറയണം എന്നുള്ളതും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജാണ്. ഇന്നറായി നടക്കുന്ന പീഡനത്തിലേക്ക് വളരെ കൃത്യമായി വിരൽ ചൂണ്ടുന്ന മെസ്സേജാണ്. പോലീസിൽ നടക്കുന്ന ഇത്തരം വിഷയങ്ങൾ ഗൗരവമായിട്ടുള്ള അന്വേഷണത്തിന് വിധേയമാക്കണം. വിനീതിന്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടാവണം. കുടുംബത്തിന്റെ സംരക്ഷണം ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ സർക്കാർ തലത്തിൽ ആലോചിക്കാനുള്ള നടപടിയും സ്വീകരിക്കേണ്ടതുണ്ട്. വെടിയേറ്റ് തലയൊട്ടി തകർന്ന നിലയിലാണ് വിനീതിനെ കണ്ടെത്തിയിരുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ. ന്യൂസ് 18 മലപ്പുറം. റോഡ് അപകടങ്ങൾ തടയാൻ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോഴും ഇന്ന് നാട്ടിൽ പലയിടത്തും അപകടങ്ങളുണ്ടായി. ഇന്ന് ഞായറാഴ്ച പുലർച്ചെ 4 പേരുടെ മരണത്തിനിടയാക്കിയ അപകടം നടന്ന പത്തനംതിട്ട കൂടലിന് സമീപമുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. പാലക്കാട് വടക്കഞ്ചേരിയിലും കോട്ടയം പാലായിലും കോഴിക്കോട് മുക്കത്തും ഇന്ന് അപകടമുണ്ടായി. കഴിഞ്ഞ ദിവസം 4 പേർക്ക് ജീവൻ നഷ്ടമായ കൂടലിലെ അപകടസ്ഥലത്തിന് 1 കിലോമീറ്റർ അകലെയാണ് ഇന്നും അപകടമുണ്ടായത്. പിന്നോട്ടെടുത്ത ടിപ്പർ ലോറി ഇടിച്ച് കൂടൽ സ്വദേശി ഗംഗാധരൻ മരിച്ചു. കോട്ടയം പാലായിൽ നിർത്തിയിട്ടിരുന്ന ലോറിയുടെ പിന്നിൽ കാറിടിച്ചാണ് അമ്മയ്ക്കും മക്കൾക്കും പരിക്കേറ്റത്. എലിക്കുളം സ്വദേശി ജയലക്ഷ്മിയും ഇവരുടെ 4ഉം 1ഉം വയസ്സുള്ള കുട്ടികളും ചികിത്സയിലാണ്. പുലർച്ചെ 3:30 പൊൻകുന്നം റോഡിൽ ചരളയിലായിരുന്നു അപകടം. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണം. മുക്കം അരീക്കോട് റോഡിൽ ഒമ്നി വാൻ പോസ്റ്റിലിടിച്ചു കയറി യാത്രക്കാർക്ക് പരിക്കുപറ്റി. മണ്ണുത്തി വാളയാർ ദേശീയപാതയിലും ഇന്ന് അപകടമുണ്ടായി. മംഗലത്ത് വച്ച് നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിലിടിച്ച് മറിയുകയായിരുന്നു. പരിക്കേറ്റ ചീരക്കുഴി സ്വദേശി അഷ്റഫും പാലക്കുഴി സ്വദേശി ജോമോനും ചികിത്സയിലാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പാലക്കാട് പനയമ്പാടത്ത് 4 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് പിന്നാലെ അടച്ച കരിമ്പ സ്കൂൾ തുറന്നു. അനുശോചന യോഗത്തിന് ശേഷമായിരുന്നു ക്ലാസ് തുടങ്ങിയത്. അപകടമുണ്ടായ പനയമ്പാടത്ത് റോഡ് സുരക്ഷയ്ക്കായി നടപടി തുടങ്ങിയിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് റിതയും നിതയും ആയിഷയും ഇർഫാനെയും കളിച്ചു ചിരിച്ച് നടന്ന സ്കൂൾ മുറ്റത്ത് മൂകത മാത്രം. ഓർമ്മപ്പൂക്കൾ സമർപ്പിക്കാൻ സഹപാഠികൾ ഒത്തുചേർന്നു. കൂട്ടുകാരുടെ വേർപാടുണ്ടാക്കിയ ദുഃഖത്തിൽ നിന്നും പലരും മോചിതരായിട്ടില്ല. അപകടത്തിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട അജ്ന ഇന്ന് സ്കൂളിലെത്തിയില്ല. അപകടമുണ്ടാക്കിയ ആഘാതത്തിലാണ് അജ്ന. അപകടത്തെ തുടർന്നടച്ച കരിമ്പ സ്കൂൾ 3 ദിവസങ്ങൾക്ക് ശേഷമാണ് തുറന്നത്. അധ്യാപകരും വിദ്യാർത്ഥികളും കറുത്ത ബാഡ്ജണിഞ്ഞെത്തി. അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അവരുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുവാൻ വേണ്ടി യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാവരും 1 മിനിറ്റ് മൗനം ആചരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്വപ്നങ്ങൾ ബാക്കിയാക്കി മടങ്ങിയവരുടെ കുടുംബത്തിന് കൈത്താങ്ങാകുമെന്ന് PTA. നമ്മളുടെ കൂടെ നിന്നും നഷ്ടപ്പെട്ടു പോയ അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാനുള്ളൂ. അവരുടെ കുടുംബങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹരിച്ചു കൊടുക്കുക. ആ കുരുന്നുകളുടെ സ്വപ്നങ്ങൾ അത് പൂർത്തിയാക്കാനായി യത്നിക്കുക. ഈ കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചെയ്യും എന്നുള്ളൊരു പ്രതിജ്ഞ നമുക്കിന്നെടുക്കാം. അതേസമയം പനയമ്പാടത്ത് റോഡിന്റെ സുരക്ഷ കൂട്ടുന്നതിനായി നടപടി തുടങ്ങി.
അപകടമുണ്ടായയിടത്ത് ഡിവൈഡർ സ്ഥാപിച്ചു. റോഡിന്റെ ഗ്രിപ്പിംഗ് കൂട്ടുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ന്യൂസ് 18 പാലക്കാട്. പത്തനംതിട്ട കൂടലിലെ അപകടത്തെക്കുറിച്ച് ഹൈക്കോടതി റിപ്പോർട്ട് തേടി. എങ്ങനെയാണ് അപകടമുണ്ടായതെന്ന് അറിയിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് സർക്കാരിനോട് റിപ്പോർട്ട് തേടിയത്. പമ്പയിലുണ്ടായ ബൈക്ക് അപകടത്തിൽ ഒരാൾ മരിച്ചതിനെക്കുറിച്ചും റിപ്പോർട്ട് നൽകണമെന്ന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തുടർച്ചയായി റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും സംയുക്ത യോഗം അല്പസമയത്തിനകം തുടങ്ങും. ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമും ഗതാഗത കമ്മീഷണർ CH നാഗരാജുവും ജില്ലാ പോലീസ് മേധാവിമാരുമായി ചർച്ച നടത്തും. റോഡുകളിൽ സംയുക്ത പരിശോധന നടത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കും. ഓൺലൈനായിട്ടാണ് യോഗം ചേരുക. നാളെ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന യോഗം ഗതാഗത മന്ത്രിയും വിളിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ KSRTC ബസിനും സ്വകാര്യ ബസിനും ഇടയിൽപ്പെട്ട് കേരള ബാങ്ക് ജീവനക്കാരൻ മരിച്ചതിൽ ഗതാഗത മന്ത്രി വിളിച്ച യോഗവും ഇന്ന് വൈകിട്ട് ചേരുന്നുണ്ട്. സ്വകാര്യ ബസ് ഉടമകളുമായിട്ടാണ് മന്ത്രി ചർച്ച നടത്തുക. ഗതാഗത ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുകൾ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇന്ന് ബില്ല് അവതരിപ്പിക്കാനായിരുന്നു തീരുമാനമെങ്കിലും പിന്നീട് അത് മാറ്റിവെച്ചു. രാജ്യസഭയിൽ തുടങ്ങിയ ഭരണഘടനാ ചർച്ചയിൽ ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും കോൺഗ്രസിനെയും കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ രൂക്ഷമായി വിമർശിച്ചു. ഇന്ത്യയെ രക്ഷിച്ച ഉരുക്കു വനിതയാണ് ഇന്ദിരാഗാന്ധിയെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ തിരിച്ചടിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് രാജ്യസഭയിൽ ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. കോൺഗ്രസ് സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും കുടുംബഭരണം നിലനിർത്താനും ഭരണഘടനയെ ഭേദഗതി ചെയ്തു. പ്രതിപക്ഷത്തെ ജയിലിലാക്കി. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് ഭരണഘടന മാറ്റി. ആമുഖം പോലും തിരുത്തി. ഭരണഘടന അംഗീകരിച്ച് ഒരു വർഷത്തിനുള്ളിൽ അഭിപ്രായ സ്വാതന്ത്ര്യം തടയുന്നതിന് കോൺഗ്രസാണ് ആദ്യത്തെ ഭേദഗതി കൊണ്ടുവന്നതെന്നും നിർമ്മല സീതാരാമൻ. That there was a need for a first constitutional amendment, and that was brought in by the INC, and it was essentially to curb the freedom. So India, a democratic country which prides itself even today about freedom of expression, saw the first interim government coming up with a constitutional amendment which was to curb the freedom of speech of Indians. രാജ്യസഭയിൽ തുടങ്ങിയ ഭരണഘടനയുടെ 75 വർഷത്തെ മഹത്തായ യാത്രയെ സംബന്ധിച്ച ചർച്ച നാളെയും തുടരും. കഴിഞ്ഞയാഴ്ച ലോക്സഭ വിഷയം 2 ദിവസം ചർച്ച ചെയ്തിരുന്നു. ഒരേ സമയം ലോക്സഭ അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ നാളെ ലോക്സഭയിലെത്തും. കേന്ദ്ര നിയമമന്ത്രി അർജുൻ രാം മേഘ്വാളാണ് ബിൽ അവതരിപ്പിക്കുക. ഇത് കൂടുതൽ പരിശോധനകൾക്കായി സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിവിധ പാർട്ടികളിൽ നിന്നുള്ള MP-മാരുടെ ആനുപാതികമായ അംഗബലം അടിസ്ഥാനമാക്കിയായിരിക്കും സമിതി രൂപീകരിക്കുക. 2 ബില്ലുകളാണ് നാളെ ലോക്സഭയിലെത്തുന്നത്. ബില്ലിന്റെ പകർപ്പ് നേരത്തെ MP-മാർക്ക് നൽകിയിരുന്നു. 1951നും 67നും ഇടയിൽ തെരഞ്ഞെടുപ്പ് നടന്ന അതേ രീതി പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള ബില്ലിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം നേരത്തെ ലഭിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. തിരുവനന്തപുരം വഞ്ചിയൂരിൽ ഗതാഗതം തടസ്സപ്പെടുത്തി CPM പൊതുസമ്മേളനം നടത്തിയ കേസിൽ വിമർശനം തുടരുകയാണ് ഹൈക്കോടതി. യോഗത്തിൽ പങ്കെടുത്ത നേതാക്കൾ ഉൾപ്പെടെ നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന് കോടതി ആവർത്തിച്ചു. ഹൈക്കോടതിയിൽ DGP വിശദീകരണം നൽകിയപ്പോഴായിരുന്നു കോടതിയുടെ വിമർശനം. വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാമെന്ന് വ്യക്തമാക്കിയ കോടതി ഫുട്പാത്തിൽ പോലും ജനങ്ങൾക്ക് രക്ഷയില്ലെന്ന വിമർശനം ഉന്നയിച്ചു. പനയമ്പാടത്തെ 4 കുട്ടികളുടെ മരണവും കോടതി ഓർമ്മിപ്പിച്ചു. പരിപാടികൾക്ക് അനുമതി നൽകരുതെന്ന് നേരത്തെ സർക്കുലർ ഇറക്കിയിരുന്നതായും സംഘാടകർക്കെതിരെ കേസെടുത്തതായും DGP കോടതിയെ അറിയിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ജോയിന്റ് കൗൺസിൽ നടത്തിയ സമരത്തിനെതിരെയും നടപടിയെടുത്തതായി DGP കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട്. ടീകോമിന് നഷ്ടപരിഹാരം നൽകി സ്മാർട്ട് സിറ്റി പദ്ധതി അവസാനിപ്പിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് സതീശൻ കത്ത് നൽകി. വ്യവസ്ഥകൾ ലംഘിച്ചാൽ ടീകോമിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാമെന്ന കരാർ നിലനിൽക്കെ കമ്പനിക്ക് സർക്കാർ പണം നൽകുന്നത് സംസ്ഥാന താൽപര്യത്തിനെതിരാണ്. ഭൂമി കച്ചവടമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന ആക്ഷേപം വ്യാപകമാണെന്നും കത്തിൽ പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുന്നുണ്ട്. എക്സൈസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ അബ്കാരി കേസ് പ്രതിയുടെ അതിക്രമം. ആക്രമണത്തിൽ എക്സൈസ് പ്രിവന്റീവ് ഓഫീസറുടെ ഭാര്യയ്ക്ക് പരിക്കേറ്റു. പ്രതി രാകേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു.
അനധികൃത മദ്യവിൽപ്പനയിലെടുത്ത കേസിന്റെ വൈരാഗ്യത്തിലായിരുന്നു അതിക്രമം. ഞായറാഴ്ച വൈകിട്ടാണ് എക്സൈസ് ഉദ്യോഗസ്ഥനും പറവൂർ കെടാമംഗലം സ്വദേശിയുമായ ഹനീഷിന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായത്. ഹനീഷിന്റെ അയൽവാസി കൂടിയായ രാകേഷാണ് അതിക്രമം നടത്തിയത്. വീടിന്റെ പോർച്ചിലുണ്ടായിരുന്ന കാറിന്റെ ബോണറ്റ് കരിങ്കല്ലുകൊണ്ട് ഇടിച്ച് കേടുപാട് വരുത്തി. വീടിന്റെ ജനൽ ചില്ലും തകർത്തു. 4 തവണയായി ഉണ്ടായ ആക്രമണത്തിൽ പ്രതി വീട്ടിലേക്ക് കുപ്പിയും വലിച്ചെറിഞ്ഞു. ഇന്നലെ വൈകുന്നേരം എൻ്റെ വീട്ടിൽ ഒരു 3:30 കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ഓഫീസിലായിരുന്നു. എൻ്റെ വൈഫും എൻ്റെ അമ്മയും എൻ്റെ മോനും മാത്രമേ ഉള്ളൂ. ഈ രാകേഷ് എന്ന് പറഞ്ഞ ആൾ വീട്ടിൽ കയറി വന്നിട്ട് എൻ്റെ കാറിനും എൻ്റെ വീടിൻ്റെ ചില്ലും ഒക്കെ തല്ലി തകർത്ത് പോയി. പിന്നെ രാത്രി 11 മണിയായപ്പോൾ വന്നു. അപ്പോഴും ഇതുപോലെ ചില്ലെറിഞ്ഞപ്പോൾ പോലീസുകാരെ വിളിച്ച് പോലീസ് വണ്ടി വന്നു. പിന്നെ 1 മണിക്ക് വന്നു. പിന്നെ രാത്രി 2 മണിക്ക് വന്നിട്ടാണ് വീണ്ടും ഇതുമായുള്ള അതിക്രമങ്ങൾ ചെയ്തേക്കുന്നത്. ഭാര്യയും മകനും അമ്മയും മാത്രമായിരുന്നു പകൽ സമയത്ത് നടന്ന ആക്രമണത്തിൽ വീട്ടിലുണ്ടായിരുന്നത്. പ്രതി രാകേഷിനെ പറവൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരത്തെ നിശാ ക്ലബ്ബിൽ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലടിച്ചതിൽ 2 പേർ അറസ്റ്റിലായി. ഗുണ്ടാ നേതാവ് ഓം പ്രകാശിന്റെ കൂട്ടാളികളെയാണ് അറസ്റ്റ് ചെയ്തത്. കേസിൽ ഓം പ്രകാശും എയർപോർട്ട് സാജനും ഉൾപ്പെടെയുള്ളവർക്കെതിരെയും ഫോർട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. IFFK വേദിയിൽ ശനിയാഴ്ച ഓം പ്രകാശ് പോയതിനെക്കുറിച്ചും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. നഗരത്തിൽ പോലീസ് രാത്രി പരിശോധന ശക്തമാക്കിയ വെള്ളിയാഴ്ചയായിരുന്നു ഈഞ്ചക്കയിലെ നിശാ ക്ലബ്ബിൽ ഗുണ്ടാ സംഘങ്ങളുടെ ഏറ്റുമുട്ടൽ. ഡാൻസ് ബാറിലെ DJ പാർട്ടി തടസ്സപ്പെടുത്താൻ ഓംപ്രകാശും കൂടെയുണ്ടായിരുന്ന നിതിനും ശ്രമിച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്ന് പോലീസ് പറയുന്നു. DJയിൽ പങ്കെടുത്തിരുന്ന ഡാനിയുമായാണ് ആദ്യം തർക്കമുണ്ടായത്. പിന്നാലെ ഡാനിയുടെ പിതാവ് എയർപോർട്ട് ഷാജന്റെ നേതൃത്വത്തിൽ വൻസംഘം ബാറിലേക്കെത്തി. ഇരു സംഘങ്ങളുമായി ഏറ്റുമുട്ടലുണ്ടായി. സംഘർഷത്തിൽ ഓംപ്രകാശിനും നിതിനും പരിക്കേറ്റു. ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടതോടെയാണ് ഫോർട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ഇന്നലെ 75ഓളം പേരെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു. ഈ കേസിലാണ് വലിയതുറ സ്വദേശി ബ്രിട്ടോ, തിരുമല സ്വദേശി അരുൺ എന്നിവരെ മ്യൂസിയം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് ഇവരെ ഫോർട്ട് പോലീസിനെ കൈമാറി. ബാറിലെ സംഘർഷത്തിന്റെ അടുത്ത ദിവസം ഓംപ്രകാശും സംഘാംഗങ്ങളും മണിക്കൂറുകളോളം IFFK പ്രധാന വേദിയിലുണ്ടായിരുന്നു. ഇതിലും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ പാറ്റൂരിലെ വെട്ടുകേസിൽ ഓംപ്രകാശിനെ രക്ഷപ്പെടാൻ സഹായിച്ചവരെ കുറിച്ചുള്ള അന്വേഷണവും പാതി വഴിയിലാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായുള്ള ഇയാളുടെ ബന്ധമാണ് ഇതിന് പിന്നിലെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. ഗവർണറുടെ ചടങ്ങിൽ കറുത്ത വസ്ത്രത്തിന് വിലക്ക്. തിരുവനന്തപുരം കാരമൂട് ബിഷപ്പ് പെരേര സ്കൂളിലെ പരിപാടിയിലാണ് കറുപ്പ് വസ്ത്രത്തിന് വിലക്ക് ഏർപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, ബുധനാഴ്ചയാണല്ലോ ഈ പരിപാടി നടക്കേണ്ടത്. ഈ രക്ഷിതാക്കൾക്ക് നൽകിയിരിക്കുന്ന ഒരു കത്തുണ്ടായിരുന്നു, അതിലാണോ ഇങ്ങനെ നിർദ്ദേശം വന്നിട്ടുള്ളത്? വരുന്ന ബുധനാഴ്ചയാണ് ഈ പരിപാടി ബിഷപ്പ് പെരേര സ്കൂളിൽ നടക്കുന്നത്. വൈകുന്നേരം 4 മണിക്ക് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയുമായി അനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കുമായി സ്കൂളിൽ നിന്ന് കൈമാറിയിരിക്കുന്ന കത്തിലാണ്, ഈ ഒരു വാട്സാപ്പ് സന്ദേശത്തിലാണ് കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് ആരും ഈ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന നിർദ്ദേശം. ഒരുപക്ഷെ ഈ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളിൽ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സന്ദേശം വന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഗവർണർ ഇപ്പോൾ പങ്കെടുക്കുന്ന പരിപാടികൾക്കൊക്കെ വലിയ തരത്തിൽ സുരക്ഷ ഒരുക്കുന്ന ഒരു പതിവ് കൂടി നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് തന്നെ കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് ആരും ഈ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്നൊരു നിർദ്ദേശം പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്കാണ് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി നടക്കാൻ പോകുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. SSLC +1 ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. DGPയാണ് ഉത്തരവ് പുറത്തിറക്കിയത്. യൂട്യൂബ് ചാനലുകളിലൂടെ ചോദ്യപേപ്പർ ചോർന്നതിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷിനാണ് DGP ഉത്തരവ് നൽകിയത്. അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ വൈകാതെ നിയോഗിക്കും. ചോദ്യപേപ്പർ ചോർച്ച അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ DGPക്ക് പരാതി നൽകിയിരുന്നു. കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന MS സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനൽ നേരത്തെയും ചോദ്യപേപ്പറുകൾ ചോർത്തിയതായി പരാതി ഉയർന്നിരുന്നു. സ്വകാര്യ ട്യൂഷനെടുക്കുന്ന സർക്കാർ അധ്യാപകരെയും വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെയുമാണ് ചോർച്ചയിൽ ബലമായി സംശയിക്കുന്നത്. SSLC ഇംഗ്ലീഷ് പരീക്ഷയുടെയും +1 കണക്ക് പരീക്ഷയുടെയും ചോദ്യപേപ്പറാണ് യൂട്യൂബ് ചാനലുകളിൽ വന്നത്. ചോദ്യപേപ്പർ ചോർന്നെന്ന് വിദ്യാഭ്യാസ മന്ത്രി സമ്മതിച്ചിരുന്നു. അതീവ രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് എല്ലാ പരീക്ഷകളുടെയും ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത്. എന്നിട്ടും ചോർന്നത് ഗൗരവമായിട്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കാണുന്നത്.
ട്യൂഷൻ സെന്ററുകൾ മുഖേന യൂട്യൂബ് ചാനലുകളിലേക്ക് ചോദ്യപേപ്പർ എത്തിയതാകാമെന്നും വിദ്യാഭ്യാസ വകുപ്പ് കരുതുന്നു. ഇതിന് കൂട്ടുനിന്ന വകുപ്പിലെ അധ്യാപകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കടുത്ത നടപടിയുണ്ടാകുമെന്ന് മന്ത്രി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നവരും വിതരണം ചെയ്യുന്നവരും അറിയാതെ ഇത് പുറത്തുപോകില്ല. സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ വിവരങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് ശേഖരിക്കും. തുടർ നടപടികൾ സ്വീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം വൈകിട്ട് ചേരും. ന്യൂസ് 18 തിരുവനന്തപുരം. തബല മാന്ത്രികൻ ഉസ്താദ് സാക്കിർ ഹുസൈൻ അന്തരിച്ചു. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ചികിത്സയിൽ കഴിയവെയാണ് അന്ത്യം. 73 വയസ്സായിരുന്നു. ആ തബല നിശബ്ദമായി. സംഗീത ലോകത്തിന് ഇത് തീരാ ദുഃഖത്തിൻ്റെ ദിനം. ഇന്നലെ പുറത്തു വന്ന വാർത്തകൾ തെറ്റെന്നറിഞ്ഞപ്പോൾ എല്ലാ മനസ്സുകളിലും പ്രതീക്ഷയായിരുന്നു. പക്ഷേ അതധികം നീണ്ടില്ല. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ഉസ്താദ്. ഒടുവിൽ ആ താളം നിലച്ചു. 3-ാം വയസ്സിലാണ് ഉസ്താദ് സംഗീതത്തിലെ തൻ്റെ അഭിരുചി പ്രകടിപ്പിക്കുന്നത്. അല്ലാരഖയുടെ മകന് സംഗീതം ജന്മസിദ്ധമായിരുന്നു. 7-ാം വയസ്സിൽ സരോദ് വിദഗ്ധൻ ഉസ്താദ് അലി അക്ബർ ഖാനോടൊപ്പം ഏതാനും മണിക്കൂർ അച്ഛന് പകരക്കാരനായി. പക്ഷേ തനിക്ക് പകരക്കാരനില്ലെന്ന് തെളിയിച്ചു സാക്കീർ. ആസ്വാദകരുടെ സാമ്രാജ്യം മുന്നിൽ ശിരസ് കുനിച്ചു. പിന്നെ കീഴടങ്ങി. 1951 മുംബൈയിലാണ് സാക്കിറിൻ്റെ ജനനം. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഗ്രാമി അവാർഡുകൾ, അങ്ങനെ എത്രയെത്ര ബഹുമതികൾ. സംഗീതലോകം മൈസ്ട്രോ എന്ന അരനൂറ്റാണ്ട് മുമ്പ് വിശേഷിപ്പിച്ച മാന്ത്രിക ഇനിയും ജനിക്കുമോ ഈ നാട്ടിൽ ഒരിക്കൽ കൂടി? ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വന നിയമ ഭേദഗതിയുടെ കരട് വിജ്ഞാപനം പിൻവലിക്കണമെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി. കിരാത നിയമമാണ് ഇത്. വനം വകുപ്പിന്റേത് ജനവിരുദ്ധ നിലപാടും. ഇക്കാര്യത്തിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു. ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് ഞങ്ങൾ നിർബന്ധിതരാവുകയാണ്. ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ശശീന്ദ്രൻ സാറ് ഞങ്ങളോട് വിശദമായി സംസാരിച്ചിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുൻപ്. ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പോയതാണ്. അതിനുശേഷമാണ് ഇപ്രകാരം ഒരു നിയമവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുതിയ നിയമ സംവിധാനം രൂപപ്പെടുത്തണം. അതിനുള്ള സത്വര നടപടികൾ ഉണ്ടാകണം. ഇതിലെ നിയമങ്ങൾ എന്ന് പറയുന്നത് ഒരു ഉത്തര കൊറിയ പോലെയുള്ള രാജ്യത്ത് നടപ്പിലാക്കേണ്ട നിയമങ്ങളാണ് ഇതിൽ വനപാലകരായ ഉദ്യോഗസ്ഥര് എഴുതി ചേർത്തിരിക്കുന്നത്. സമസ്തയിൽ ശുദ്ധീകരണം വേണമെന്നാവശ്യപ്പെട്ട CIC ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി ആദ്യശേരിയെ പരിഹസിച്ച് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. പുറമേയുള്ള കമ്പനിക്ക് കരാർ കൊടുത്ത് ശുദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നായിരുന്നു പരിഹാസം. സമസ്തയിൽ ഇപ്പോൾ ശുദ്ധീകരണത്തിന്റെ ആവശ്യമില്ല. ശുദ്ധീകരണത്തിന് ആവശ്യമായ ജീവനക്കാർ സമസ്തയിലുണ്ടെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. ഇപ്പോൾ സമസ്തയിൽ ശുദ്ധീകരണം നടത്തണം എന്നാണ് പറയുന്നത്. അത് ഞങ്ങൾ വന്ന് ശുദ്ധീകരണം നടത്തി തരാം, ഞങ്ങളെ കമ്പനിക്ക് അതിൻ്റെ കോൺടാക്ട് തന്നാളിയെന്നോ അല്ലെങ്കിൽ ഞങ്ങളായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി കളി. എന്നിട്ട് അപ്പോൾ നമുക്കിപ്പോൾ ശുദ്ധീകരണത്തിന് ആളാവശ്യമില്ല. കാരണം ശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പിന്നെ തൂപ്പുകാർ, മറ്റ് ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തകർ, പണിക്കാരൊക്കെ നമ്മൾ എടുക്കുന്നുണ്ടല്ലോ. സമസ്തൻ്റെ ഓഫീസ് ശുദ്ധീകരിക്കാൻ അവിടെ പണിക്കാരുണ്ട്. അങ്ങനെ അതിൻ്റെ മറ്റുള്ള ഉപയോഗിക്കപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ ശുദ്ധീകരിക്കാൻ, കക്കൂസ് ക്ലീൻ ചെയ്യാൻ ആളുകളുണ്ട്. ഇതൊക്കെ ഉണ്ട്. അപ്പോൾ പുറത്തൊരു കമ്പനിക്ക് ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു കരാർ വ്യവസ്ഥയിലായി ചെയ്യാൻ ഇപ്പോൾ ഉദ്ദേശിക്കണില്ല. CIC ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി ആദ്യശേരിക്കെതിരെ സമസ്ത നേതാവ് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ. സമസ്തയെ നയിക്കുന്നവർ ശരിയല്ല എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. സമസ്തയെ നയിക്കുന്നവർ സമൂഹത്തിൽ അംഗീകാരമുള്ളവരാണെന്നും അബ്ദുൾ സമദ് പൂക്കോട്ടൂർ പറഞ്ഞു. ക്യാമ്പസുകളിൽ രാഷ്ട്രീയം നിരോധിക്കേണ്ടതില്ലെന്ന് ഹൈക്കോടതി. ക്യാമ്പസുകളിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുകയാണ് വേണ്ടത്. മതത്തിന്റെ പേരിലുണ്ടാകുന്ന സംഭവങ്ങളുടെ പേരിൽ മതം നിരോധിക്കാറില്ലല്ലോ എന്ന് കോടതി ചോദിച്ചു. കോളേജുകളിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കവെയാണ് ജസ്റ്റിസ് A. മുഹമ്മദ് മുഷ്താഖ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ ഈ പരാമർശം.
ഇനി ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ ഇന്ന് ഭക്തജന തിരക്കാണ്. 12 മണിവരെ 46,070 ഭക്തർ ദർശനം നടത്തി. 10,213 പേർ സ്പോട്ട് ബുക്കിംഗ് വഴി രജിസ്റ്റർ ചെയ്താണ് സന്നിധാനത്തെത്തിയത്. ഇന്നലെ 71,209 ഭക്തരാണ് ദർശനത്തിനെത്തിയത്. 17,105 പേർ ഇന്നലെ സ്പോട്ട് ബുക്കിംഗ് വഴിയാണ് ശബരിമലയിൽ വന്നത്. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ഗുഡ്സ് ഓട്ടോയിൽ വലിയ കുട കുടുങ്ങി റോഡിലേക്ക് തെറിച്ചു വീണ വയോധികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ട ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൻ വൈറലാണ്. തലനാരിഴയ്ക്ക് വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് ദൃശ്യങ്ങളിൽ കണ്ട കോഴിക്കോട് കക്കോടി സ്വദേശിയായ മാധവൻ നമ്പീശൻ. മറ്റൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന ആശ്വാസത്തിലാണ് മാധവൻ നമ്പീശന്റെ സഹോദരനും. ഞാൻ കക്കോടി ഭാഗത്ത് നടന്നു പോകുമ്പം ഇതിൻ്റെ ഇത് വന്ന് തട്ടിപ്പോയി. അപ്പം വീണു. കക്കോടി ഭാഗത്തേക്ക് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് വീട്ടിലേക്കുള്ള സാധനം വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു. ഓട്ടോ വരുന്ന ഞാൻ കണ്ടീനു. പിന്നെ ഇപ്പോൾ ഈ ന്യൂസ് ഇത് കണ്ടതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് എങ്ങനെയാണ് ഉണ്ടായതെന്നൊക്കെ ഇത് കണ്ടിട്ടാണ് മനസ്സിലാവുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ സഹോദരനും കൂടെ നമുക്കൊപ്പം ഉണ്ട്. കണ്ടപ്പോൾ ഒരു പേടി തോന്നിയോ? പെട്ടെന്ന് കാണുമ്പോൾ ഒരു അല്ലേ എന്താ പറഞ്ഞുകൊണ്ട് കഴിച്ചില്ല. കാഴ്ച കാണുമ്പം ആളെങ്ങനെ ഈ രൂപത്തിലൊന്നും കിട്ടും വിചാരിച്ചില്ല. അപ്പം പിറ്റേന്ന് ഇന്നലെയാണ് എൻ്റെ വിവരം അറിയുന്നത്. അപ്പം എന്താ പറ്റിയത് എങ്ങനെയാണെന്നുള്ള ഇപ്പം പിന്നല്ലേ അറിയുന്നുള്ളൂ. അതുകൊണ്ട് വേറെ ഒന്നും പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സമാധാനം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,140, പവന് 57,120. 18 ക്യാരറ്റ് ഗ്രാമിന് 5,895, പവന് 47,160. വെള്ളി ഗ്രാമിന് 97, കിലോയ്ക്ക് 97,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ദിൽന ചേരും. സംഗീത